ഹലോ ഗൈസ്, എല്ലാവർക്കും മയൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്നിറങ്ങിയ എപ്പിസോഡ് ഉണ്ടല്ലോ 1137, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ഇപ്പോൾ കണ്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ 30 സെക്കൻഡ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കേട്ട് നോക്കുക. കാരണം ഇത് സംസാരം മാത്രമേ ഉള്ളതുകൊണ്ട് വീഡിയോ വേറെ മറ്റ് ഫോട്ടോസ് അങ്ങനെ ഒന്നും സ്ക്രീനിൽ പോകാത്തതുകൊണ്ട് എല്ലാവരും തന്നെ സ്കിപ്പ് അടിക്കാൻ സാധ്യതയുണ്ട്. അടിക്കാൻ സാധ്യതയുണ്ടെന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ് 30 സെക്കൻഡ് കേട്ട് സംസാരം ഇഷ്ടമായില്ലെങ്കിൽ അപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് നോക്കും. പറ്റുമെങ്കിൽ 30 സെക്കൻഡ് കേട്ട് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കൂമ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നൈസായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ സ്ലോ പീസിൽ പോയെങ്കിലും പിന്നെ അത് കയറി വന്ന് അതിൽ തുടക്കത്തിൽ തന്നെ സൺഗോഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നതും മറ്റേ കീച്ചയും കൂടി സംഭവം കൊടുക്കുന്നത് മറ്റേ കൂമ തന്നാണെന്ന് പറഞ്ഞ മെഗാബങ്ക് കൊടുക്കുന്നതും അതങ്ങനെ പയ്യെ തുടങ്ങി ലാസ്റ്റ് പ്രസൻറ്റിലേക്ക് വന്നപ്പോൾ സാറ്റേൺ മറ്റേ ബോണീനെ പിടിച്ച് ഇങ്ങനെ കൈ വെച്ചേക്കാനുള്ള. അപ്പോൾ ബോണീനെ ഇങ്ങനെ ഇപ്പോൾ കൊല്ലുമെന്നല്ല, ബോണീനെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് കൊല്ലു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയുള്ളു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേ കൂമ വരും. കൂമ വന്ന് വന്യനും ജസ്റ്റ് ഡ്രാഗണേയും വാങ്കോഗിനെയൊക്കെ കാണിച്ച് ചെറിയൊരു സീൻ പോലെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഇതിലേക്ക് കണ്ടിട്ടാണ് കൂമ വന്നത്. അപ്പോൾ കൂമ വന്നത് സാറ്റൻ അറിയുമ്പോൾ സാറ്റൻ മറ്റേ അവരുടെ നേവിക്കാരോട് പറയും മറ്റേ വെള്ള നമ്മുടെ ബോണിയുടെ ഷൂട്ട് ചെയ്തെന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ തന്നെ കൂമ ആ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ അടുത്ത് ഇവൻ്റെ വായിന്ന് മറ്റേ ഇതുപോലെ വരുമല്ലോ, ബ്ലാസ്റ്റ് പോലെ സംഭവം അങ്ങനെ വരുമല്ലോ, അതിൽ ഇതാക്കുന്നതും. അപ്പോൾ സ്ക്രീം എന്നതും പിന്നെ 2 ബോണീനെ നിലത്തിട്ടിട്ട് മറ്റേ അവൻ്റെ എട്ടുകാലിയുടെ കാലിൻ്റെ ഇതും കൊണ്ട് കുത്താൻ നോക്കുമ്പോൾ തന്നെ മറ്റേ കൂമ ഒന്ന് ഇങ്ങനെ തടയുന്നതും. എന്നിട്ട് കൂമ സാറ്റേൻ്റെ ഒരു പഞ്ചും അതൊക്കെ സീൻ സാധനം പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല, കണ്ടു നോക്കുക. കാരണം അടിപൊളിയായിരുന്നു. കാരണം അങ്ങനെ ഒന്ന് നിന്ന് ഷീൽഡ് പോലെ നിന്നിട്ട് ഒരു ഇടി വിടുക. അപ്പോൾ തന്നെ നമുക്ക് അവനത് കിട്ടണം, ആ ഒരു ഇത് വരും. കാരണം അതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അതായത് അവനാണ് മറ്റേ ബോണിക്ക് ഇത് കിട്ടാൻ വേണ്ടി നമ്മുടെ എന്താണ് സാധനത്തിനെ പറയാം, ആ ഡെവിൾ ഫ്രൂട്ട് കൊടുത്തത് സാറ്റാനാണ്. പിന്നെ മറ്റേ അവൻ്റെ അമ്മക്ക് ഇങ്ങനെ രോഗം വരാൻ അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ സാറ്റിൻ്റെ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവന് കിട്ടണം എന്ന് പറയുമ്പോൾ കൂമ പറഞ്ഞാൽ കൊടുക്കും. അപ്പോൾ തന്നെ അവനതിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ആ ഒരു ഇത് കിട്ടും, നമുക്ക് അവനെ ഇടിക്കുമ്പോൾ. ഇപ്പം അടുത്തതെന്ന് എന്തൊക്കെ അടുത്ത എപ്പിസോഡിൽ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് കാണിക്കുമല്ലോ ലാസ്റ്റ് അതിൽ പ്രിവ്യൂ അല്ല. അടുത്തതിന് എന്തോടും കൂമയുടെയും ബോണിയുടെയും ഇതായിട്ട് തന്നെ കുറച്ച് ഇങ്ങനെ ശേഷം കാണുന്നതിന് ഇത് തന്നെയാണ് എനിക്ക് തോന്നണം. ഇനിയിപ്പോൾ മറ്റേത് ഞാൻ കാണാനാണെങ്കിൽ മെയിനായിട്ട് നിൽക്കണം എന്തായിരിക്കും എങ്ങനെ ഇരിക്കുന്നത്. കാരണം ഞാൻ മാങ്കോ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എന്താ കാര്യങ്ങളെന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് ലൂഫിയാണ് സൺഗോഡെന്ന് അവരറിയും, അതെങ്ങനെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ബോണിയും ലൂഫിയും ഒരേ ഗിയർ 5 ഫോമൊക്കെ എങ്ങനെയൊന്നും ഇതില്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഞാനിപ്പോൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ അതേ പറയാൻ വേണ്ടിയാണ്, പക്ഷെ പറഞ്ഞൊന്നിപ്പോൾ ഫുള്ള് കഥ പോലെ പറഞ്ഞു. അപ്പോൾ മറ്റേ അടിപൊളിയായിരുന്നു, നൈസ് എപ്പിസോഡായിരുന്നു മൊത്തത്തിൽ. ഇപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത്ര ഉള്ളൂ ഈ വീഡിയോ. എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഒന്നൊന്ന് കേട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നല്ല, ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നിങ്ങൾ ഇമ്പ്രൂവ് ആയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം. ഇന്ന് എന്തായാലും ഫുള്ള് ഇതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാം. താങ്ക് യു.